2026 പശ്ചിമേഷ്യൻ പോരാട്ടം അതിന്റെ ഏറ്റവും വലിയ നിർണായക ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. ഇസ്രയേലിന്റെ അഹങ്കാരത്തിന് മേൽ ഇറാൻ നടത്തിയ ക്ലസ്റ്റർ മിസൈൽ ആക്രമണം വെറുമൊരു സൈനിക നീക്കമല്ല, മറിച്ച് ദശകങ്ങളായി മേഖലയിൽ നിലനിന്നിരുന്ന അമേരിക്കൻ ഇസ്രയേൽ മേധാവിത്വത്തിന്റെ അന്ത്യകൂദാശ കൂടിയാണ്. ടെൽ-അവീവിനും പരിസര പ്രദേശങ്ങൾക്കും ഏറ്റ പ്രഹരം സയനിസ്റ്റ് ഭരണകൂടത്തെ ഞെട്ടിക്കുമ്പോൾ അണിയറയിൽ സൗദി അറേബ്യ നടത്തുന്ന ഗൂഢനീക്കങ്ങൾ പുറത്തു വരുന്നത് ലോകത്തെ കൂടുതൽ ആശങ്കയിലാക്കുന്നു. ഇസ്രയേലിന്റെ സുരക്ഷാ കവചങ്ങൾ വെറും കടലാസ് കൊട്ടാരങ്ങളാണെന്ന് ഇറാൻ തെളിയിച്ചിരിക്കുകയാണ്. ടെൽ-അവീവിന് സമീപമുള്ള ബെനെ ബ്രാക്ക് നഗരത്തിൽ പതിച്ച ഇറാന്റെ ക്ലസ്റ്റർ മിസൈലുകൾ ഇസ്രയേലിന്റെ പ്രതിരോധ സംവിധാനങ്ങളെ പൂർണ്ണമായും നിഷ്പ്രഭമാക്കി. ഒരു മിസൈലിൽ നിന്ന് വിഘടിച്ചു വരുന്ന നൂറുകണക്കിന് ബോംബ്ലെറ്റുകൾ ഒരേ സമയം പതിക്കുമ്പോൾ അയൺ ഡോമിന് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലെന്ന വസ്തുത ഇറാൻ തന്ത്രപരമായി പ്രയോഗിച്ചു. പെറ്റാതുക്കയിലും റോഷ്ഹ ഐനിലും ഉണ്ടായ നാശനഷ്ടങ്ങൾ ഇസ്രയേലിന്റെ സൈനിക ചരിത്രത്തിലെ തന്നെ കറുത്ത അധ്യായമായി മാറിയിരിക്കുന്നു. അമേരിക്കൻ മാധ്യമങ്ങൾ പുറത്തുവിട്ട ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ യുദ്ധം നിർത്താതിരിക്കാൻ പ്രസിഡന്റ് ട്രംപിന് മേൽ കടുത്ത സമ്മർദ്ദം ചെലുത്തുകയാണ്. ഇറാനിലെ ഭരണകൂടത്തെ തകർക്കാനുള്ള ചരിത്രപരമായ അവസരമായി ഈ യുദ്ധത്തെ കാണണമെന്ന് ബിൻ സൽമാൻ വാദിക്കുന്നു. തങ്ങളുടെ എണ്ണപ്പാടങ്ങൾക്കും അടിസ്ഥാന സൗകര്യങ്ങൾക്കും നേരെ ഇറാൻ തിരിച്ചടിക്കുന്നുണ്ടെന്ന് പുറമെ വിലപിക്കുമ്പോഴും ഇറാനെ പൂർണ്ണമായും നശിപ്പിക്കാൻ അമേരിക്കൻ കാലാൾപ്പടയെ ഇറാനിലേക്ക് അയക്കണമെന്ന ക്രൂരമായ ആവശ്യമാണ് സൗദി മുന്നോട്ട് വെക്കുന്നത്. മുസ്ലിം രാജ്യങ്ങൾക്കിടയിൽ ഐക്യത്തിന് ശ്രമിക്കുന്നു എന്ന് നടിക്കുമ്പോഴും ഇസ്രയേലുമായി ചേർന്ന് ഒരു ഇസ്ലാമിക രാജ്യത്തെ തകർക്കാൻ സൗദി നടത്തുന്ന ഈ നീക്കം ചരിത്രം മാപ്പർഹിക്കാത്ത ചതിയാണ്. ഇറാൻ ആരെയും അങ്ങോട്ട് പോയി ആക്രമിച്ചിട്ടില്ല, മറിച്ച് തങ്ങളുടെ പരമാധികാരത്തിന് മേൽ അമേരിക്കയും ഇസ്രയേലും നടത്തുന്ന കടന്നുകയറ്റങ്ങൾക്കുള്ള സ്വാഭാവികമായ പ്രതികരണം മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്. ഗാർഖ് ഐലൻഡ് പോലുള്ള ഇറാന്റെ ഊർജ്ജ കേന്ദ്രങ്ങൾ പിടിച്ചെടുക്കാൻ ട്രംപ് പദ്ധതിയിടുമ്പോൾ അത് തടയാൻ ഇറാൻ സ്വീകരിക്കുന്ന ഏതു മാർഗവും അന്താരാഷ്ട്ര നിയമപ്രകാരം ന്യായമാണ്. ഹോർമുസ് കടലിടുക്ക് അടച്ചുപൂട്ടുന്നതും സൗദി എണ്ണ ശുദ്ധീകരണശാലകൾക്ക് നേരെയുള്ള ആക്രമണവും ശത്രുവിനെ സാമ്പത്തികമായി തളർത്താനുള്ള ഇറാന്റെ അവകാശമാണ്. പ്രസിഡന്റ് ട്രംപ് യുദ്ധം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് ഇടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ കുറിക്കുമ്പോഴും സൗദിയുടെയും ഇസ്രയേലിന്റെയും സമ്മർദ്ദത്തിന് വഴങ്ങി യുദ്ധം നീട്ടിക്കൊണ്ടു പോകുന്നത് അമേരിക്കയെ മറ്റൊരു അനന്തമായ യുദ്ധത്തിലേക്ക് നയിക്കുകയാണ്. ഇറാന്റെ പക്കലുള്ള അത്യാധുനിക ഡ്രോണുകളും മിസൈലുകളും അമേരിക്കൻ പേട്രിയറ്റ് മിസൈലുകളെ പോലും പരാജയപ്പെടുത്തുന്നു എന്നത് വാഷിംഗ്ടണിനെ അസ്വസ്ഥമാക്കുന്നു. യുദ്ധം നീണ്ടുപോകുന്നത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് സൗദി അറേബ്യയെ തന്നെയാണ്. താൻ വിഭാവനം ചെയ്ത വിഷൻ 2030 പദ്ധതികൾ പരാജയപ്പെടുമെന്ന ഭയത്താലാണ് ബിൻ സൽമാൻ ഇറാനെ തകർക്കാൻ ശ്രമിക്കുന്നത്. എന്നാൽ ഇറാന്റെ കരുത്ത് കുറച്ചു കാണുന്ന സൗദി തങ്ങളുടെ എണ്ണ സമ്പദ് വ്യവസ്ഥയെ തന്നെ അപകടത്തിലാക്കിയിരിക്കുകയാണ്. എണ്ണവില വർദ്ധിക്കുന്നതും ആഗോള വിപണിയിൽ സൗദി ഒറ്റപ്പെടുന്നതും ഈ അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ ഫലമാണ്. ഇസ്രയേലിന്റെയും സൗദിയുടെയും അമേരിക്കയുടെയും സംയുക്തമായ ഭീഷണികൾക്ക് മുൻപിൽ ഇറാൻ തല കുനിക്കില്ലെന്ന് ടെൽ-അവീവിലെ പുകയുന്ന അവശിഷ്ടങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു. മേഖലയിലെ രാഷ്ട്രീയ ഭൂപടം മാറുകയാണ്. ഇനി പശ്ചിമേഷ്യയുടെ ഭാവി നിശ്ചയിക്കുന്നത് വാഷിംഗ്ടണോ റിയാദോ അല്ല, മറിച്ച് പ്രതിരോധത്തിന്റെ കരുത്തുള്ള ടെഹ്റാൻ ആയിരിക്കും. നീതിക്ക് വേണ്ടിയുള്ള ഈ പോരാട്ടത്തിൽ സയനിസ്റ്റ് സാമ്രാജ്യത്വ ശക്തികൾക്ക് പരാജയം അനിവാര്യമാണ്. ഈ സാഹചര്യത്തിൽ ദി ന്യൂയോർക്ക് ടൈംസ് ഉദ്ധരിച്ച ഒരു റിപ്പോർട്ട് വലിയ ചർച്ചയാകുന്നുണ്ട്. റിപ്പോർട്ട് അനുസരിച്ച് സൗദി കിരീടാവകാശിയായ മുഹമ്മദ് ബിൻ സൽമാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ഇറാനെതിരായ സൈനിക നടപടി തുടരാൻ പ്രോത്സാഹിപ്പിച്ചുവെന്നാണ് ആരോപണം. കൂടുതൽ ഞെട്ടിക്കുന്ന കാര്യം ഈ സംഘർഷത്തെ അദ്ദേഹം ഒരു ചരിത്രപരമായ അവസരം എന്ന നിലയിൽ വിശേഷിപ്പിച്ചതാണ്. ഗൾഫ് മേഖലയിലെ ശക്തി സമവാക്യം മാറ്റാൻ ഇതൊരു അപൂർവ അവസരമാണെന്ന കാഴ്ചപ്പാടിലാണ് സൗദി നേതൃത്വമെന്നാണ് റിപ്പോർട്ട് പറയുന്നത്. വിദഗ്ധരുടെ വിലയിരുത്തലുകൾ പ്രകാരം സൗദി അറേബ്യയുടെ ഈ നിലപാട് വെറും രാഷ്ട്രീയമല്ല, അതിൽ ആഴത്തിലുള്ള സുരക്ഷാ ആശങ്കകളും ഉൾക്കൊള്ളുന്നു. ഇറാന്റെ നിലവിലെ ഭരണകൂടം ഗൾഫ് രാജ്യങ്ങൾക്ക് ദീർഘകാല ഭീഷണിയാണെന്നും അതിനെ ദുർബലപ്പെടുത്തുന്നത് പ്രാദേശിക സ്ഥിരതയ്ക്ക് വേണ്ടിയാണെന്നും സൗദി പക്ഷം വിശ്വസിക്കുന്നതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഇതിൽ ബെഞ്ചമിൻ നെതന്യാഹു കൈക്കൊണ്ട നിലപാടും ശ്രദ്ധേയമാണ്. ഇസ്രയേലും ഇറാനെ ഒരു സ്ഥിരമായ ഭീഷണിയായി കാണുന്നുവെങ്കിലും ഒരു പരാജയപ്പെട്ട ഇറാൻ ഗൾഫ് മേഖലയ്ക്ക് കൂടുതൽ അപകടകരമാകാമെന്ന ആശങ്ക സൗദിക്ക് ശക്തമാണ്. അതുകൊണ്ട് തന്നെ പരസ്യമായി സമാധാനം പറയുകയും രഹസ്യമായി യുദ്ധതന്ത്രങ്ങൾക്ക് എണ്ണ പകരുകയും ചെയ്യുന്ന ഈ ഇരട്ടത്താപ്പ് പുറത്തു വരുമ്പോൾ പശ്ചിമേഷ്യയിലെ ശക്തി സമവാക്യങ്ങൾ അടിമുടി മാറുകയാണ്.
സാമ്രാജ്യത്വത്തിന്റെ അന്ത്യം കുറിക്കാൻ പോന്ന മിസൈൽ കരുത്തും പശ്ചിമേഷ്യയുടെ അധിപൻ തങ്ങളാണെന്ന ഉറച്ച പ്രഖ്യാപനവുമാണ് ഇറാന്റെ ഓരോ നീക്കത്തിലും നിഴലിക്കുന്നത്. ഈ രാഷ്ട്രീയ ചതുരംഗ കളിയിൽ കരുക്കൾ നീക്കുന്നത് ആരായാലും ഇറാന്റെ പോരാട്ട വീര്യത്തിനു മുൻപിൽ അത് വില പോകില്ലെന്ന് പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യങ്ങൾ വ്യക്തമാക്കുന്നു. ആത്യന്തികമായി പശ്ചിമേഷ്യ ആർക്ക് കീഴടങ്ങുമെന്ന് കാലം തെളിയിക്കും. പക്ഷെ അത് ഇറാന്റെ കരുത്തിനെ മാനിക്കാതെ സാധ്യമാകില്ല. ഈ ആരോപണങ്ങൾ ശരിയാണെങ്കിൽ പശ്ചിമേഷ്യൻ രാഷ്ട്രീയവും അതിനു പിന്നിലെ അധികാര കളികളും നമ്മൾ സാധാരണക്കാർ കരുതുന്നതിലും എത്രയോ മടങ്ങ് സങ്കീർണവും ഭയാനകവുമാണെന്ന് വ്യക്തമാവും. കേവലം സൈനികമായ ഒരു ഏറ്റുമുട്ടലിനപ്പുറം പശ്ചിമേഷ്യയുടെ അധിപനാകാൻ വേണ്ടി അണിയറയിൽ നടക്കുന്ന ഈ ചതുരംഗ കളി ലോകത്തെ എങ്ങോട്ടാണ് നയിക്കുന്നത് എന്ന ആശങ്കയാണ് ഇപ്പോൾ ഉയരുന്നത്. ഈ യുദ്ധത്തിന്റെ സാമ്പത്തികവും തന്ത്രപരവുമായ പ്രത്യാഘാതങ്ങൾ ഇതിനകം പ്രകടമായി കഴിഞ്ഞു. ഗൾഫ് മേഖലയിലെ എണ്ണ ഉൽപാദനവും കയറ്റുമതിയും നേരിട്ട് ബാധിക്കപ്പെട്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഹോർമുസ് കടലെടുക്ക് പോലുള്ള തന്ത്രപ്രധാനമായ കടൽപാതകളിൽ നിലനിൽക്കുന്ന അനിശ്ചിതത്വം ആഗോള ഊർജ്ജ വിപണികളെ തന്നെ കുലുക്കുന്നുണ്ട്. ഈ മേഖലയിൽ ചെറിയൊരു സംഘർഷം പോലും ആഗോള സാമ്പത്തിക വ്യവസ്ഥയെ ബാധിക്കാൻ കഴിയുന്ന സാഹചര്യത്തിലാണ് ഇപ്പോഴത്തെ അവസ്ഥ.